കൊല്ലം കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള മുണ്ടയ്ക്കൽ അമൃതകുളത്തിൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. ഫിഷറീസ് വകുപ്പ് വളർത്താനിട്ടിരുന്ന ആയിരക്കണക്കിന് മീനുകളാണ് ചത്തത്. മീൻ പിടിക്കാൻ വേണ്ടി കുളത്തിൽ വിഷം കലക്കിയതാണോ എന്ന് നാട്ടുകാർ സംശയിക്കുന്നു. ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷമേ സ്ഥിരീകരിക്കാനാകൂ എന്ന് ഫിഷറീസ് അധികൃതർ അറിയിച്ചു. കൊല്ലം കോർപ്പറേഷൻ മുണ്ടയ്ക്കൽ ഡിവിഷനിലാണ് അമൃതകുളം ഉള്ളത്. ആ കുളത്തിൽ 7 വർഷങ്ങൾക്ക് മുമ്പാണ് ഫിഷറീസിൻ്റെ കൂടി സഹായത്തോടു കൂടി കോർപ്പറേഷൻ അധികൃതർ ഇവിടെ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. ആ നിക്ഷേപിച്ച കുഞ്ഞുങ്ങൾ ഉള്ളതാണ് മത്സ്യങ്ങളാണ് ഇപ്പോൾ ചത്തുപൊങ്ങിയിരിക്കുന്നത്. ഇതെങ്ങനെയാണ് സംഭവിച്ചത് സംബന്ധിച്ചൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഈ സംഭവത്തെക്കുറിച്ചുള്ളൊരു ധാരണ കോർപ്പറേഷൻ കൗൺസിലർക്ക് കിട്ടിയത്. ഇന്നലെയും ഈ കുളത്തിൽ നിന്ന് ചൂണ്ടയിട്ട് ചില ആൾക്കാർ മീൻ പിടിച്ചിരുന്നു. ആ ആൾക്കാരാണോ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തത്? എന്താ പറയാൻ പറ്റത്തില്ല. നമുക്ക് ഫിഷറീസിന്റെ ഒരു പരിശോധന നടത്തിയിട്ടല്ലേ നമുക്ക് ഒരു അന്തിമമായിട്ടൊരു ഇതിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഒന്നെങ്കിൽ PHന്റെ ആയിരിക്കാം, ഇല്ലെങ്കിൽ ഇന്നലെ മീൻ പിടിച്ച ആരെങ്കിലും എന്തെങ്കിലും കലക്കി മീൻ പിടിച്ചിട്ടുള്ളതിന്റെ ഭാഗമായിട്ട് പറ്റിയതായിരിക്കാം. ഇന്നലെ ശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു, പുതുവെള്ളമാണ് വരുന്നത്. അങ്ങനെ വല്ലതും സംഭവിച്ചതായിരിക്കും. ചിലപ്പോൾ അങ്ങനെയാവാം. ഇന്നലെ ഈ വിളിച്ച് പറയുന്ന സമയത്ത് ശക്തമായ മഴ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് ഇതിനകത്തുനിന്ന് കുറേ നേരത്തെ തന്നെ ഇതിനകത്തുനിന്ന് കുറേ മീനെ നീക്കം ചെയ്യേണ്ട സമയം കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഒരു കാരണം പറയുന്നത്. ഇതിൽ അന്വേഷണം നടക്കട്ടെ. അതിനുശേഷം അടിയന്തര പ്രാധാന്യത്തോടെ തന്നെ ഇത് നമുക്ക് ഇവിടെ നിന്ന് വൃത്തിയാക്കി, ഈ കുളം വൃത്തിയാക്കി എടുത്തില്ലെങ്കിൽ ഈ പരിസരം വീട്ടുകാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അടിയന്തര പ്രാധാന്യത്തോടെ തന്നെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കിപ്പം വാട്ടർ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ കിറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ജനറൽ അനാലിസിസ് നമ്മളിപ്പോൾ തന്നെ ചെയ്യും. പിന്നെ വാട്ടർ സാമ്പിളും അതുപോലെ തന്നെ നമ്മൾ ഫിഷ് സാമ്പിളും കുഫോസിലേക്ക് കൊടുത്തുവിടും. വേറെ കാരണം നമുക്കിപ്പം PHും ബാക്കിയുള്ള കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യാം. ഇനി എന്തെങ്കിലും കെമിക്കൽസോ വല്ലോ കലർന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ നമ്മളത് ടെസ്റ്റ് ചെയ്യാനായിട്ട് കുഫോസിലോട്ട് കൊടുത്തു, ഫിഷ് സാമ്പിൾ ഉൾപ്പെടെ. മഴവെള്ളം വീഴുന്ന സമയത്ത് ഇങ്ങനെ മാസ് മോർട്ടാലിറ്റി വരാറുള്ളതാണ് ഈ ഒരു ടൈമിൽ. മഴ, അതായത് നല്ല വെയിൽ കഴിഞ്ഞിട്ട് മഴ തുടങ്ങുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ ആവാനാണ് സാധ്യത. അങ്ങനെ സന്ധ്യ കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം തന്നെയാണ്. ഇവിടെ ഉള്ളവർക്ക് പോലും ഇവിടെ വന്ന് ഇരിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളാണ്. അതുതന്നെയാണ് ഈ പ്രദേശത്ത് സാമൂഹ്യ ശല്യം രൂക്ഷമാണ് എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി. നമുക്ക് അതിൻ്റെ ഒരു തെളിവായി മദ്യക്കുപ്പികളും ഒഴിഞ്ഞ മദ്യക്കുപ്പികളും ഒക്കെ തന്നെ ഈ കുളത്തിലിട്ടേക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. 2 സംശയങ്ങളാണ്. ഒന്നുകിൽ വിഷം കലർത്തി മീൻ പിടിക്കാൻ ശ്രമിച്ച സമയത്തുണ്ടായ ഒരു പ്രശ്നം, അല്ലാത്ത പക്ഷം ഈ വെള്ളത്തിൻ്റെ എന്തെങ്കിലും ഘടനയിലുണ്ടായ മാറ്റം മൂലമുണ്ടായ പ്രശ്നം. ക്യാമറമാൻ ഷാനാസ് പരിദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.